എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഞാനിടുന്നത് നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഏത്തക്കയില്ലേ, അതിൻ്റെ തൊലി നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചേക്കുവാണ്. തോരൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപയറുണ്ടല്ലോ, നമ്മുടെ വലിയ പയർ, അതും പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുപയറാണ് മിക്കവരും ഇടുന്ന, എന്നാൽ ഞാനിപ്പം മാറ്റി പിടിച്ചു വലിയ പയറിട്ട് തോരൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എനിക്ക് ആവശ്യമുള്ള പച്ചമുളകും കൂടെ തേങ്ങ ചതച്ച് വെച്ചേക്കുവാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഇതങ്ങോട്ടിടാം. കറിവേപ്പില ഇട്ടില്ല, ഇടാം. ഞാൻ കറിവേപ്പില ഇടാവേ. ഈ തൊലി ആദ്യം നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പയർ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇടാം പയറേ. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ആവി തന്നെ ആ തൊലി വെന്ത് കിട്ടിക്കോളും. നമ്മുടെ കായുടെ തൊലി വെന്തിട്ടുണ്ട്. നോക്കി ചൂടാ നല്ലപോലെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയറും അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ആവി കയറ്റി എടുക്കാവേ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. തൊലിയൊക്കെ നമുക്ക് മെനക്കെട്ട പണി അരിഞ്ഞെടുക്കാൻ, എന്നാലും നമ്മുടെ ശരീരത്തിൽ ഹെൽത്തിയായ ഒന്നാണ്. ഏത്തയ്ക്ക തൊലിയും പയറും കൂടി ഇട്ടൊരു തോരൻ വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ബെറ്ററാണ്. നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റിയിടും. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നോക്കി കണ്ടിട്ട് തന്നെ കഴിക്കാൻ കൊതി തോന്നും. നമുക്ക് കഞ്ഞിയുടെയൊക്കെ കൂടെ നല്ല സൂപ്പറാണ്. കഞ്ഞിയും എല്ലാത്തിനും നല്ലതാണ്. ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നല്ല ബെറ്ററാണ്. ഹെൽത്തിയായൊരു കറിയാണ്. കറിയല്ല, തോരൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വൻപയർ ഏത്തയ്ക്ക തൊലിയും കൂടിയിട്ടുള്ളൊരു തോരൻ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.